ചക്ക വിഭവങ്ങളുടെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, എല്ലാവരും ഏറ്റവും കൂടുതൽ ഒരു ചക്ക കൊണ്ടുള്ള ഐറ്റംസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അരക്ക് കയ്യിലാവുന്ന അങ്ങനത്തെയാണ്. അപ്പോൾ അതിനൊരു ടിപ്പുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ടിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹിൽടോപ്പ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പം ഫ്രഷ് ആയിട്ട് ഇട്ട് വന്ന ചക്കയാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ അരക്കായി ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തെ ഈ മുള്ള് ഇതിൻ്റെ തൊലി നമ്മളങ്ങ് ചെത്തി കളയുവാണ്. അപ്പോൾ നമുക്കത് തുടങ്ങാം. അപ്പോൾ ഇത് ചെത്തി കളഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അത് മറ്റേ നമ്മൾ നടുവേ മുറിച്ച് ഇങ്ങനെ പീസാക്കി എടുക്കുമ്പോൾ ഓരോ പീസ് എടുക്കുമ്പോൾ അതിൻ്റെ കൂഞ്ഞി എത്തുമ്പോൾ ഇങ്ങനെ അരക്ക് വന്നുകൊണ്ടിരിക്കും. എന്നാൽ ഇതിന് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. ഉള്ള അരക്കല്ല ആദ്യം തന്നെ അങ്ങോട്ട് തൂത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലൊന്നും അരക്കാവില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ചിലപ്പം മിക്കവർക്കും അറിയായിരിക്കും. നമുക്കിത് എളുപ്പം ഫുള്ള് കളയാം. പുറത്തെ തൊലിയൊക്കെ കംപ്ലീറ്റ് ചെത്തി കളഞ്ഞിട്ടുണ്ട്. ഇതപ്പോൾ നമുക്ക് ഇതുപോലെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മറ്റേ നമ്മുടെ കവറാണ് തുണിയുടെ. അപ്പോൾ അതുകൊണ്ട് പുറത്തെ ഈ അരക്ക് ഫുള്ള് തുടച്ച് കളയുക. പിന്നെ ഇതിൽ അരക്ക് വരില്ല കേട്ടോ. ആദ്യം തന്നെ ഈ അരക്കം തുടച്ച് മാറ്റി കഴിഞ്ഞാൽ സംഭവം ഫുള്ള് സെറ്റാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ കുത്തിയിടണം. ഇങ്ങനെ അടർത്തി എടുക്കുക ഇതിൽ നിന്ന്. അപ്പോൾ നമ്മളിത് എല്ലാ സാധനവും ഇങ്ങനെ അടർത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, നിങ്ങൾക്ക് കണ്ടോ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുള്ള് ഇതിലൊക്കെ അരക്കായിരിക്കും. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരു തുള്ളി അരക്കില്ല ഇതിൽ. ക്യാമറ ഇങ്ങനെ എടുത്തുകൊണ്ടുവന്നതാ. കണ്ടോ, ഇതിനകത്ത് ഒരരക്കുമില്ല. നമ്മുടെ കയ്യിലൊന്നും അരക്കാവില്ല. സിമ്പിളായിട്ട് ആ ഒറ്റ പ്രാവശ്യം നമ്മളത് ചെയ്താൽ മതി, ഒരു പ്രശ്നവുമില്ല. പിന്നെ നമുക്കിപ്പോൾ എന്തായാലും ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ഇത് ഒരു അടിപൊളിയായിട്ട് വറുത്തെടുക്കാം. നമുക്ക് വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ഇതാണ്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. ആദ്യം ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ ചക്ക വേവിക്കുന്ന പോലെയല്ല, ഇതെല്ലാം നീട്ടത്തിൽ കട്ട് ചെയ്തെടുക്കണം. എല്ലാവർക്കും അറിയാം, എന്നാലും നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് വറുത്തെടുക്കാം. പിന്നെ വറുക്കുന്നതിൻ്റെ ഇപ്പം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ, ഇത് വേഗം കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പം നമ്മൾ ചെയ്യുന്ന ചക്ക സീരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ. ഇപ്പം പൊതുവേ നമ്മുടെ കേരളത്തിലെല്ലാം തയ്യാറാക്കുന്ന വിഭവങ്ങളാണെങ്കിലും ഇത് തയ്യാറാക്കാതെ ചക്ക വിഭവങ്ങൾ ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. ഇപ്പം ഞാനിത് ഇടാതെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചോദിക്കും ചക്ക വറുത്തത് എന്താ ഇട്ടില്ല, കാരണം അതൊരു ചക്ക വിഭവമല്ലേ. അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇതും എല്ലാം ആഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഇത്രയും പവർഫുള്ളായിട്ട് വീണ്ടും ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്കെല്ലാം ഒരുപാട് നന്ദി. നമുക്ക് നേരെ പോയി ചക്ക വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ തീയൊക്കെ നന്നായിട്ട് കത്തിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചക്ക വറുത്തത് മൺചട്ടിയിലാണ് ചെയ്യുന്നത്. അപ്പം മൺചട്ടി നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം. നമുക്ക് ഓയിൽ നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ, കോക്കനട്ട് ഓയിലാണ് നമ്മൾ ചക്ക വറുക്കാൻ എടുക്കുന്നത്. അപ്പോൾ കോക്കനട്ട് ഓയിൽ മൺചട്ടിയും, ആഹാ അന്തസ്. ചക്ക വറുക്കുമ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എണ്ണ നല്ല ചൂടാകണം. ആ ചൂടായ എണ്ണയിലേക്ക് ഈ ചക്ക ഇടുമ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് വരും. അല്ലാതെ എണ്ണ ചൂടില്ലാതെ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ ചക്കയിലും എണ്ണ പിടിച്ച് അത് പിന്നെ ഒന്നിനും കൊള്ളില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ കറിവേപ്പില ഫ്രൈ ചെയ്തെടുത്താലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എണ്ണയിലും ഈ കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവർ വന്നോളും. അതുകൊണ്ടാണ് ആദ്യം തന്നെ കറിവേപ്പില നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിന് കോരിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി നിൽക്കുകയാണ്. നമ്മൾ ആദ്യം കറിവേപ്പില വറുത്തെടുത്തു. അതിലേക്ക് ഇനി നമ്മുടെ ചക്ക
നൈസായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ചൂടാണ് എണ്ണ. ഏകദേശമൊക്കെ ഇതായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് മൊത്തത്തിലൊന്ന് നൈസായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലിപ്പം ഒരു ഇച്ചിരി നേരം കൂടെ വെച്ചാൽ ഈ സാധനം ആയിക്കോളൂ. അപ്പോൾ നമ്മുടെ ചക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് കോരി നമുക്ക് നമ്മുടെ കറിവേപ്പില വറുത്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിത് കറിവേപ്പിലയും എല്ലായിടത്തേക്കും ആവാൻ വേണ്ടി ഒന്ന് നൈസായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ ചക്കവറുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് അടിക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ.